ബോൺസായി ആർട്ട് എന്ന വേറിട്ട കലയിലൂടെ ശ്രദ്ധേയനാവുകയാണ് തൃശൂർ വല്ലച്ചിറ സ്വദേശിയായ ദീപക് ജോൺ. വൻ വൃക്ഷങ്ങളും ചെടികളും ജീവനോടെ സംരക്ഷിച്ച സ്വന്തം ആശയങ്ങൾക്കനുസരിച്ച് മനോഹരമായ ശില്പങ്ങളാക്കി മാറ്റുന്നുവെന്നതാണ് ദീപകിന്റെ പ്രത്യേകത. ഹെവൻലി ഗാർഡൻ എന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാൽ ബോൺസായി ആർട്ടിന്റെ അത്ഭുതപ്പെടുത്തുന്ന ലോകമാകും നമ്മെ കാത്തിരിക്കുന്നത്. പ്രണയവും ഭക്തിയും ഉണർത്തുന്ന കൃഷ്ണനും ധ്യാനനിരതനായ ബുദ്ധനും മറ്റൊട്ടേറെ ശില്പങ്ങളും മണ്ണിൽ വിരിഞ്ഞ മരത്തിന്റെ തണലുമായി നിൽക്കുന്ന നൂറുകണക്കിന് മനോഹരമായ കലാരൂപങ്ങളാണ് ദീപകിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ബോൺസായി ആർട്ട് എന്ന കലയെ സ്വന്തം പരീക്ഷണങ്ങളിലൂടെ വേറിട്ട രീതിയിൽ അവതരിപ്പിച്ചാണ് ദീപക് ജോൺ ശ്രദ്ധേയനാകുന്നത്. തന്റെ ചിന്തകൾക്കും കലാസൃഷ്ടികൾക്കും ഇതിലൂടെ ജീവൻ നൽകാൻ കഴിയുന്നുവെന്നതാണ് ഈ ചെറുപ്പക്കാരന്റെ പ്രത്യേകത. സ്റ്റാർട്ടിങ് ചെറുപ്പം മുതലേ ഇതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ആൽമരങ്ങളാണ് നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൽമരങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കമ്പികളെടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പൊസിഷനിലേക്ക് വളയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളർത്തി കുറേ കാലം വളർത്തിയിരുന്നു. ചെയ്ത് പിന്നെ കാലങ്ങൾ മാറിയപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറും ഗൂഗിളൊക്കെ വന്നതോടുകൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും അതിനുശേഷം ചേട്ടൻ പഠിക്കുന്നുണ്ടായിരുന്ന ക്രൈസ്റ്റ് കോളേജിൽ ലൈബ്രറിയിൽ അതിനൊരു പുസ്തകം ബോൺസായിയുടെ ഒരു പുസ്തകം കണ്ടിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ആർട്ട് നന്നായിട്ട് ചെയ്യുന്ന അതിന് ടെക്നിക്സ് ഉണ്ടെന്നൊക്കെ ചെറിയ രീതിയിൽ മനസ്സിലായത്. സ്വന്തം അന്വേഷണങ്ങളിലൂടെയാണ് ബോൺസായി ആർട്ടിനെ കുറിച്ച് ദീപക് കൂടുതൽ അറിയുന്നത്. പ്രകാശവും വെള്ളവും വളവുമെല്ലാം ക്രമീകരിച്ച് സസ്യലാദികൾക്ക് പുതിയ രൂപങ്ങൾ നൽകാൻ സ്വന്തമായി പഠിച്ചെടുത്തു. കുട്ടിക്കാലം മുതൽ തന്നെ ഇക്കാര്യത്തിൽ തൽപരനായിരുന്നെങ്കിലും കോവിഡ് കാലം മുതലാണ് ബോൺസായി ആർട്ടിൽ വേറിട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചതും വിജയിച്ചതും. സ്വപ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിരുന്ന കുറേ കഥകളും എന്താ പറയുക, നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കേൾക്കാനും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഇഷ്ടം കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യണേ. അപ്പോൾ നമ്മൾ കാണുന്നതിനൊന്ന് നമ്മളുടെ അത് വിഷ്വലൈസ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് ആ ഇതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ ചെയ്യണത്. ദീപകിന്റെ വിശേഷങ്ങൾ അറിഞ്ഞും ശില്പങ്ങളെക്കുറിച്ച് കേട്ടുമെല്ലാം ഒട്ടേറെ ആളുകൾ വല്ലച്ചിറയിലെ ഹെവൻലി ഗാർഡൻ എന്ന വീട്ടിലെത്താറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണയോടെ ശില്പങ്ങൾ വിറ്റഴിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നു. തൃശൂരിൽ അറിയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരിയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറും കൂടിയാണ് ദീപക്. എന്നാൽ ബോൺസായി ആർട്ടിനോളം പ്രിയപ്പെട്ടതായി തനിക്ക് മറ്റൊന്നുമില്ലെന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.